നമ്മുടെ അത്യാവശ്യം ഗ്രീൻ ഹൗസിനകത്ത് വെക്കാനുള്ളതൊക്കെ അത്യാവശ്യം പാകി കഴിഞ്ഞു കേട്ടോ. ഇനി പുറത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൈൽഡ് ഫ്ലവേഴ്സ് ഇട്ടത് ഓർക്കുന്നുണ്ട്, ഗ്ലാസ് ഹൗസിന് കിട്ടും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കളന്നൊക്കെ അത്യാവശ്യം പറിച്ച് കളഞ്ഞു. കുറേയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കുറേയൊക്കെ അതേ കണ്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. ഭയങ്കര പാടായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട്. പറിച്ച് കളഞ്ഞിട്ട് ഇതേ നമ്മൾ ഇച്ചിരി കമ്പോസ്റ്റ് ഇടുകയാണ്. കമ്പോസ്റ്റ് ഇട്ട് ഒന്നിതായിട്ട് വേണം നമുക്ക് വിത്ത് സീഡ്സ്, വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ സീഡ്സ് ഇടാനായിട്ട്. പക്ഷെ നമ്മുടെ കോഴികൾ വന്ന് ആ സീഡ്സ് കൊത്തി ചെരിഞ്ഞ് കിടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ നെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് അയ്യോ ഈ മണ്ണൊട്ടും ആയില്ല. നമുക്കിനി വേറൊരു ബാഗ് മണ്ണും കൂടി എടുക്കാം കേട്ടോ. അമ്മൻ്റെ അവിടെ പോണ വരാം ഒരു മിനിറ്റ്. നമ്മൾ മറ്റേ മണ്ണ് തന്നെ ഇട്ടുകൊണ്ടിരുന്ന കുറേ മണ്ണ് വേണ്ടി വരും കേട്ടോ, അതൊന്ന് പൊക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് മണ്ണ് എടുക്കാറുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കോഴിക്കാട്ടം കൊണ്ടുവന്നിടണം, കോഴിയുടെ അതിൽ നിന്ന് വരുന്ന വേസ്റ്റൊക്കെ കൊണ്ടുവന്നിടണം. അതുപോലെ നമ്മുടെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിടണം ഇവിടെയാണ്. അപ്പം ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ താഴത്തെ കണ്ടോ, താഴത്തെ മണ്ണ് മൊത്തം നല്ല താഴെ നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് കണ്ടോ. നിറയെ മണ്ണീരുണ്ട്. വർക്കിച്ച് സ്ലഗല്ല നേർത്തുവമാണ് കണ്ടോ, കുറേ മണ്ണീരുണ്ട് കേട്ടോ. നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഇത് കൊണ്ടുപോയിട്ടിട്ട് കുറേയൊക്കെ ഫില്ല് ചെയ്യാൻ കരുതിയിട്ടാട്ടോ. എല്ലാ പ്രാവശ്യവും വെട്ടുന്ന മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിടുന്നത്, വെട്ടുന്ന പുല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിടണേ. അതുപോലെ കോഴിക്കോട് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെയുള്ള വേസ്റ്റും ഒക്കെ ഇവിടെ ഇട്ടിടണേ. അപ്പോൾ നമ്മുടെ ഒരു കോർണറായിട്ട് വരുവേ. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് ചെടികൾ നടാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ചീരയും ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇപ്പോൾ എന്താണ് ഫീഡ് കൊടുക്കണേ, നല്ല ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ടൊമാറ്റോ ഫീഡ് മാത്രമാണ് നമ്മൾ ഫീഡായിട്ട് കൊടുക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മണ്ണൊക്കെ ഞാൻ ഉപയോഗിച്ചായിരുന്നത്. ഈ കോഴിയുടെ വേസ്റ്റും പുല്ല് വെട്ടിയതിൻ്റെ ഒക്കെ ഉള്ള മണ്ണാണ് കുറേയൊക്കെ ഉപയോഗിച്ച്. കുറച്ച് മാത്രമേ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ കമ്പോസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും ഇതായിരിക്കും കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇത്തവണ അങ്ങനെ കിട്ടുമെന്നൊക്കെ വിചാരിക്കാം അല്ലേ. നമുക്ക് തൽക്കാലം ഇത്രയും കൊണ്ടുപോയി ഇടാം കേട്ടോ. ഇത്രയും കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് ഒന്ന് നോക്കാം. മാറി നിൽക്കുന്നേ. സമയം 7:30 8 മണി ആവാറായി തോന്നുന്നു കേട്ടോ. എപ്പോഴും നല്ല വെട്ടല്ലേ നോക്കിയിട്ട്. 7 o'clock. I mean 7:30. ഒരു ലോഡെന്നൊന്നും പറയുന്നില്ല കേട്ടോ, പകുതി ലോഡ് ഇറക്കിയിട്ടുണ്ട്. അതിനെ നിരത്തിയിട്ട് ബാക്കിയുള്ള കമ്പോസ്റ്റ് ഇടാവേ. ഇതെടുത്തിട്ട് വരാം. വർക്കിച്ചൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കും കേട്ടോ. അവൻ കുറച്ച് നേരം ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ നിന്ന് കിടന്ന് അണയ്ക്കാനുണ്ട്. കഴിഞ്ഞപ്പോൾ വർക്കിച്ചൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ആശാൻ വന്നേക്കോ. കാല് ശ്രദ്ധിക്കണോട്ടപ്പാ, കിട്ടണുണ്ടാ? മോള് നല്ല ഇതൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ കിട്ടും. ഫ്രഷ് ആയിട്ടിട്ട് മണ്ണൊഴിച്ച് ബാക്കി എല്ലാം ദ്രവിച്ച് നല്ല മണ്ണായിട്ടുണ്ട്. എന്താ അയ്യോ അവരിറക്കിയിട്ടടാ. അങ്ങനെ നമ്മൾ കുറേ റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു ലെവലൊക്കെ ആയി കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ വാങ്ങിച്ച മണ്ണോട്ടെ ഇതാട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ തന്നെ ഇട്ടേന്ന് തോന്നുന്നു. വൈൽഡ് ഫ്ലവർ സീഡ്സ് എന്ന് പറഞ്ഞ് ആൽഡിയിലും ലിഡിലും അങ്ങനത്തെ കടകളൊക്കെ ഇട്ടില്ലേ. സമ്മർ ഫ്ലവർ ബെഡ്സ്, വൈൽഡ് ഫ്ലവർ സീഡ്സ്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെമ്പരത്തി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പൂ ഓർക്കുന്നുണ്ടോ, അതിൻ്റെ സീഡ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചാണ് മാലോ, റോയൽ മാലോ. അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് വിതറുള്ളൂ. അപ്പോൾ അത് അവിടെയും റാൻഡംലി കണ്ടോ കുറേ സീഡ്സ് ഉണ്ട് കേട്ടോ. തരാമ റാൻഡംലി അവിടെയൊക്കെ വീണ് പല പല കണ്ടോ. ഈ പൂക്കളുടെ പടം കണ്ടോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. നല്ല താഴ്ത്തി വിടണം കേട്ടോ, അപ്പം അല്ലെങ്കിൽ കാറ്റ് വന്നിട്ട് പറന്നു പോകണം. താഴേക്കിട്.
പല പല ചെടികൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടായിക്കാം. ഇനി അമ്മ ചവിട്ടില്ലേ വരയ്ക്ക്. Sorry. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇത്തിരി കൂടെ മണ്ണിട്ടിട്ട് അപ്പോൾ ഇച്ചിരി കൂടെ അത് കിടന്നോളും. പിന്നെ ഇതിൻ്റെ മീതെ നെറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾ വന്നിട്ട് ഇതിൻ്റെ മൊത്തം പറക്കി പറക്കി തിന്നുകൊണ്ട് പോകും. ഒന്നാമത് ഇപ്പം നമ്മൾ ആ കമ്പോസ്റ്റ് മണ്ണും കൂടി എടുത്തുകൊണ്ട് വന്ന കാരണം അവർക്ക് അതിനകത്ത് മണ്ണീരി ഉണ്ടല്ലോ, മണ്ണീരിയും പ്രാണികളൊക്കെ ഉള്ള കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഇവിടുന്ന് പോകണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണക്കിനാണ് അവർ മണ്ണിൽ നിന്ന് ഓടിച്ചു വിട്ടത്. ഈ സൈഡിലൂടെ രണ്ട് സൈഡിൽ, ഈ സൈഡിൽ കുറച്ച് വീതിയുള്ള കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ വെച്ചിട്ടേക്കാം. അയ്യോ അത് മൊത്തമിടല്ലേ. പറഞ്ഞില്ലേ നമ്മുടെ കോഴികൾ വന്ന് അല്ലെങ്കിൽ ഇത് മെസ്സാക്കാതെ നമുക്ക് നെറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡ് അല്ല 4 സൈഡിൽ നിന്ന് മറച്ച് നെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വരത്തില്ലല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ കമ്പിയൊക്കെ ചുറ്റി കൊടുക്കണം. അത് അല്ലെങ്കിൽ അവർ വന്ന് ചകഞ്ഞ് മണ്ണിരയും കൂടി ഉള്ളതുകൊണ്ട് അവർ നമ്മുടെ കട്ട് ചെയ്യാം. നമ്മുടെ സ്ട്രോബെറി നെറ്റ് എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ, നമുക്ക് സ്ട്രോബെറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കിളികളൊന്നും വന്ന് കൊത്താണ്ടിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു നെറ്റാട്ടോ നമ്മളിതിന് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് ആലോചിച്ചു. കാരണം അല്ലെങ്കിൽ ഇത് മൊത്തം വന്ന് കോഴികൾ കൊണ്ടുപോകും. വലിച്ചു പിടിച്ച് വർക്കിച്ചാൽ കട്ട് ചെയ്യാനായിട്ട് വലിച്ചു പിടിച്ചേ. തോമാച്ചനും വർക്കിച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുലുമൊക്കെ കോർത്ത് കണ്ടോ നമ്മളിങ്ങനെ ഫുൾ നെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അത് പയ്യൻ വലിച്ചൊന്നും താഴേക്ക് കമ്പിയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ആ കീറല്ലേ. അങ്ങനെ അത്യാവശ്യം നമ്മുടെ സീഡ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സീഡ്സും പാകിക്കഴിഞ്ഞു. ഇതൊരു ഒന്നര ആഴ്ചയോടെ എടുത്ത പ്രോസസ്സായിരുന്നു. എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വെതറൊക്കെ നല്ലത് ആവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് പുറത്തിറങ്ങി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ കുറേയൊക്കെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാടൻ പയറും ചീരയൊക്കെ അവിടെ കിളുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിളുത്ത് വന്നു തുടങ്ങി. പിന്നെ നമ്മൾ നടാൻ വെച്ചേണ ചെടികൾ നട്ടിട്ടില്ല കേട്ടോ. അത് നടാനുണ്ട്. ജസ്റ്റ് ഗ്ലാസ് ഹൗസിൽ രാത്രി തണുപ്പുണ്ടെങ്കിൽ അന്ന് പ്രൊട്ടക്റ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വെച്ചേക്കുന്നത്. ബാക്കി എല്ലാവരെയും നമ്മൾ അത്യാവശ്യം നനച്ചു മണ്ണൊക്കെ ഇട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ ചീരയും ചുമന്ന ചീര പൊന്തിയിട്ടുണ്ട്, വെണ്ടയ്ക്ക വന്നിട്ടുണ്ട്, നാടൻ പയറ് കിളുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈൽഡ് ഫ്ലവേഴ്സൊക്കെ ഇട്ടതിന് എല്ലാവരെയും നനച്ച് കൊടുത്തിട്ട് വിത്ത് പാകൽ പരിപാടി ഇതോടെ കഴിഞ്ഞ് കാത്തിരിപ്പാട്ടോ. ഇനി എല്ലാ ദിവസവും ഒന്ന് നോക്കും ആരൊക്കെ കിളുത്ത് വന്നു, എന്തൊക്കെ സംഭവിച്ചു. അതിൻ്റെ ഇടയിൽ ഒച്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒച്ചിനുള്ള മരുന്നൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഇനി കിളുത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാവേ.